ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എല്ലാവർക്കും നല്ലൊരു പ്രഭാത വന്ദനത്തെ അറിയിക്കുന്നു. ഇന്നത്തെ പ്രഭാത ചിന്തയ്ക്കായി നമുക്ക് നൽകിയിരിക്കുന്ന വിഷയം എന്ന് പറയുന്നത് സഭയെ തിരിച്ചറിയുന്നു എന്നുള്ളതാണ്. ചിന്തയ്ക്ക് ആധാരമായി നമുക്കൊരു വാക്യം വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം അതിന്റെ 16-ാം വാക്യം ഇപ്രകാരം പറയുന്നു: ഈ തൊഴുത്തിൽ ഉൾപ്പെടാത്ത വേറെ ആടുകൾ എനിക്കുണ്ട്, അവയെയും ഞാൻ നടത്തേണ്ടതാകുന്നു. അവ എന്റെ ശബ്ദം കേൾക്കും, ഒരാട്ടിൻകൂട്ടവും ഒരു ഇടയനുമായി തീരും. അതെ, നാം ഇന്ന് ജീവിക്കുന്ന ലോകത്ത് നാം നോക്കുമ്പോൾ നിരവധി സഭകളെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. ആ സഭകളെല്ലാം തന്നെ വ്യത്യസ്തമായിട്ടുള്ള ആചാരങ്ങളും അല്ലെങ്കിൽ വ്യത്യസ്തമായിട്ടുള്ള വിശ്വാസങ്ങളും പ്രമാണങ്ങളും എല്ലാം കാത്തു സൂക്ഷിക്കുന്നവയാണ്. എന്നാൽ ഈ സഭകളിൽ യഥാർത്ഥത്തിലുള്ള സത്യസഭ ഏതാണെന്ന് കണ്ടുപിടിക്കാനായിട്ട് വളരെയധികം ബുദ്ധിമുട്ടാണ്. നാം തിരുവചനം പരിശോധിക്കുമ്പോൾ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ദൈവത്തിന്റെ സത്യസഭയെക്കുറിച്ച് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. പഴയ നിയമത്തിൽ ആദാമും ഹവ്വയും ഉൾപ്പെടുന്ന ആദ്യത്തെ സഭ അല്ലെങ്കിൽ ദൈവത്തെ ആരാധിച്ച ആദ്യത്തെ കൂട്ടത്തെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. അപ്രകാരം തന്നെ നാം പുതിയ നിയമത്തിലോട്ട് കടന്നു വരുമ്പോൾ യേശുക്രിസ്തു ഈ ഭൂമിയിൽ 3.5 വർഷക്കാലം തന്റെ ശുശ്രൂഷ നടത്തിയ സമയത്ത് യഹൂദന്മാർക്കിടയിലേക്ക് ദൈവം സുവിശേഷം അറിയിക്കുകയും എന്നാൽ അവർ അത് ഉൾക്കൊള്ളാതെ തള്ളിക്കളയുകയും ചെയ്തതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. എന്നാൽ തുടർന്നുള്ള ഭാഗം നാം പരിശോധിക്കുമ്പോൾ, തിരുവചനം പരിശോധിക്കുമ്പോൾ ജാതികളുടെ ഇടയിലേക്ക് ദൈവത്തിന്റെ സത്യസുവിശേഷം കടന്നു ചെല്ലുകയും അവർ ദൈവത്തിന്റെ വചനത്തെ ഹൃദയത്തിൽ ഗ്രഹിക്കുകയും ദൈവത്തിന്റെ സത്യസഭയുടെ അംഗങ്ങളായി തീർന്നതായിട്ട് നമുക്ക് തിരുവചനത്തിൽ കാണുവാനായിട്ട് സാധിക്കുന്നു. അപ്രകാരം തന്നെ ദൈവത്തിന്റെ സത്യസഭ അല്ലെങ്കിൽ ദൈവത്തിന്റെ സഭ എന്ന് പറയുന്നത് പണിതിരിക്കുന്നത് ക്രിസ്തുവായിട്ടുള്ള ഉറപ്പായ പാറമേലാണ് എന്ന് നാം തിരുവചനം പരിശോധിക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. യഥാർത്ഥത്തിലുള്ള ഒരു സഭ അല്ലെങ്കിൽ ഒരു സത്യസഭ എന്താണ് എന്ന് അപ്പോസ്തലനായ പൗലോസ് എഫെസ്യർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം അതിന്റെ 4, 5, 6 വാക്യങ്ങൾ ഇപ്രകാരം പറയുന്നു: നിങ്ങളെ വിളിച്ചപ്പോൾ ഏക പ്രത്യാശയ്ക്കായി നിങ്ങളെ വിളിച്ചതുപോലെ ശരീരം ഒന്ന്, ആത്മാവ് ഒന്ന്, കർത്താവ് ഒരുവൻ, വിശ്വാസം ഒന്ന്, സ്നാനം ഒന്ന്, എല്ലാവർക്കും നീതിയുള്ളവനും എല്ലാവരിലും കൂടി വ്യാപരിക്കുന്നവനും എല്ലാവരിലും ഇരിക്കുന്നവനുമായി എല്ലാവർക്കും ദൈവവും പിതാവുമായവൻ ഒരുവൻ. അതായത് ഇവിടെ അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞതുപോലെ ഒരു സത്യസഭ എന്ന് പറയുന്നതിൽ ഉൾപ്പെടുന്നത് എല്ലാ കാര്യങ്ങളും ഒന്നാണെന്നാണ്. അതായത് അവിടെ ഉള്ള എല്ലാം ഒരേ ആത്മാവുള്ളവർ, അതുപോലെ തന്നെ ശരീരമായിട്ട് അടിസ്ഥാനത്തിൽ എല്ലാം നോക്കുമ്പോൾ ഒരേ മനസ്സുള്ളവർ, ഒരു ദൈവത്തെ ആരാധിക്കുന്നവരും അവരുടെ ഇടയിലുള്ള ഐക്യം എല്ലാം ഒന്ന് എന്നുള്ള രീതിയിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. അത്തരത്തിലുള്ള ഒരു സഭയാണ് സത്യസഭ എന്ന് നാം തിരുവചനം പരിശോധിക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. ഇപ്രകാരം നാം ഇന്ന് നൽകിയിരിക്കുന്ന നമ്മുടെ ചിന്താവാക്യം പരിശോധിക്കുമ്പോൾ യേശുക്രിസ്തു ഒരു പ്രവചനം നടത്തിയത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം 16-ാം വാക്യത്തിൽ യേശുക്രിസ്തു ഇപ്രകാരം പറഞ്ഞു: ഈ തൊഴുത്തിൽ ഉൾപ്പെടാത്ത വേറെ ആടുകൾ എനിക്കുണ്ട്, അവയും ഞാൻ നടത്തേണ്ടതാകുന്നു. അവയെ എന്റെ ശബ്ദം കേൾക്കും, ഒരാട്ടിൻകൂട്ടവും ഒരു ഇടയനുമാകും. അതായത് നാം ഇന്ന് ജീവിക്കുന്ന ഈ അന്ത്യകാലത്ത് നാം കണ്ടിട്ടുള്ള വിശ്വാസികൾ അല്ലെങ്കിൽ ക്രിസ്ത്യാനികൾ അല്ലാതെ ദൈവത്തിന്റെ സത്യവചനം സ്വീകരിച്ച് ദൈവത്തിന്റെ സുവിശേഷം കേട്ട് ദൈവത്തിന്റെ കൽപ്പനകളെ പ്രമാണിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു കൂട്ടം ജനം കടന്നു വരുന്നതായിട്ട് ദൈവം തന്നെ മുൻകൂട്ടി പ്രവചിച്ചതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. അത്തരത്തിലുള്ള ഒരു ജനത അല്ലെങ്കിൽ ഇന്ന് നാം ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ നിന്ന് മറ്റുള്ള ജാതികളിൽ നിന്ന് അത്തരത്തിലൊരു ജനത തുടർന്നുള്ള നാളുകളിൽ ഉയർന്നു വരികയും ദൈവത്തിന്റെ സത്യസഭയുടെ അംഗമായി തീരുകയും ചെയ്യുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. അപ്രകാരം കടന്നു വരുന്ന ആ ഒരു ജനതയിൽ അല്ലെങ്കിൽ ആ ജനത്തിലൂടെ ദൈവം തന്റെ പരിശുദ്ധാത്മാവിനെ പകർന്നു കൊടുക്കുകയും അവർ ദൈവത്തിന്റെ കൂട്ടായ്മ ഒരുമയോടുകൂടി ആചരിക്കുകയും ചെയ്യുന്നതിനെ കുറിച്ചിട്ട് നമുക്ക് തിരുവചനം പരിശോധിക്കുമ്പോൾ കാണുവാനായിട്ട് സാധിക്കുന്നു. അവർ ദൈവം ഈ ഭൂമിയിൽ നിറവേറ്റിനായിട്ടുള്ള ദൗത്യമായിട്ടുള്ള ദൈവത്തിന്റെ സുവിശേഷം മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരുമയോടുകൂടി പ്രവർത്തിക്കുന്നതിനെ കുറിച്ച് നമുക്ക് തിരുവചനം പരിശോധിക്കുമ്പോൾ കാണാനായിട്ട് സാധിക്കുന്നു. അതിനാൽ തന്നെ നാം ഓരോരുത്തരും ചിന്തിക്കുക, നാം ഇന്ന് ആയിരിക്കുന്ന സഭ സത്യസഭയിലാണോ നാം ആയിരിക്കുന്നത് നാം ചിന്തിക്കുക. അല്ലെങ്കിൽ ഇത്തരത്തിൽ ദൈവത്തിന്റെ കൽപ്പനകളെ പ്രമാണിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഒരു ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് ഒരേ ആത്മാവായിട്ട് ഒരേ ശരീരമായിട്ട് പ്രവർത്തിക്കുന്ന ആ ഒരു സത്യസഭയുടെ അംഗമാണോ നാം ആയിരിക്കുന്നതെന്ന് നാം ചിന്തിക്കുക. വെളിപ്പാട് പ്രവചന പുസ്തകം അതിന്റെ 14-ാം അധ്യായം 12-ാം വാക്യത്തിൽ നമുക്ക് ഇപ്രകാരം കാണുവാനായിട്ട് സാധിക്കുന്നു: ദൈവകൽപ്പനയും യേശുവിലുള്ള വിശ്വാസവും കാത്തുകൊള്ളുന്ന വിശുദ്ധന്മാരുടെ സഹിഷ്ണുത കൊണ്ട് ഇവിടെ ആവശ്യമെന്ന്. അതായത് ഇവിടെ പറഞ്ഞിരിക്കുന്നത് പോലെ ദൈവകൽപ്പനയും യേശുവിലുള്ള വിശ്വാസവും കാത്തുകൊള്ളുന്ന
ആ വിശുദ്ധന്മാരുടെ കൂട്ടത്തിലാണോ നാം ഓരോരുത്തരും നാം ചിന്തിക്കുക? അപ്രകാരമുള്ള വിശുദ്ധന്മാരുടെ കൂട്ടത്തിൽ നാം ഇതുവരെ ആയി തീർന്നിട്ടില്ലേ എങ്കിൽ നമ്മുടെ ജീവിതം യേശുക്രിസ്തുവിലോട്ട് സമർപ്പിച്ചുകൊണ്ട്, ദൈവത്തിന്റെ കൽപ്പനകളെ പ്രമാണിച്ചുകൊണ്ട്, ദൈവത്തിലുള്ള വിശ്വാസം മുറുകെ പിടിച്ചുകൊണ്ട് ഓരോ ദിവസവും ദൈവത്തിനോട് കൂടുതൽ ചേർന്നുകൊണ്ട് ജീവിക്കുവാനായിട്ട്, ആ സത്യസഭയിൽ അംഗമായി തീർന്ന് ദൈവത്തിന്റെ രാജ്യത്തിൽ അവകാശികളായി തീരുവാനായിട്ട് ദൈവം ഓരോരുത്തരെയും ഇടയാക്കുന്നതിനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ദൈവസന്നിധിയിൽ താഴ്ത്തി സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങൾ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, ഈ നല്ല ദിവസത്തിനെ നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. നല്ലൊരു ദിവസം ഞങ്ങളുടെ ജീവിതത്തിൽ ദാനമായി നൽകിയതിനായി സ്തുതിക്കുന്ന കർത്താവ്, പ്രത്യേക ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന പ്രിയ സഹോദരങ്ങളെ ഞങ്ങളുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. പ്രിയ കുഞ്ഞുമ്മ സഹോദരിനെയും അതുപോലെ തന്നെ രാജൻ സഹോദരനെയും പ്രിയ സഹോദരി ഏഞ്ചലിനെയും പ്രിയ സഹോദരൻ പ്രസാദിനെ ഞങ്ങളുടെ കരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. പ്രിയ മക്കൾക്ക് വീണ്ടും ഒരു വർഷക്കാലം അവരുടെ ജീവിതത്തിൽ നൽകിയതിനായി സ്തോത്രം. വരുന്ന വർഷക്കാലമായി വരുന്ന ഓരോ ദിവസങ്ങളിലും കർത്താവിനോട് കൂടുതൽ ചേർന്നുകൊണ്ട് ജീവിക്കുവാനായിട്ട്, ദൈവത്തിന്റെ സത്യസഭയിലെ അംഗമായി തീർന്നുകൊണ്ട് ജീവിക്കുവാനായിട്ട് പ്രിയ സഹോദരങ്ങളെ അവിടെ നേടിയാക്കുമാണെന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ ഇന്ന് വചനം കേട്ടുന്നിട്ടുള്ള എല്ലാ ദൈവമക്കളെയും അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഓരോരുത്തരിലും കർത്താവിന്റെ ആത്മാവിനെ ഞങ്ങൾക്ക് പകർന്നു തന്നുകൊണ്ട്, ദൈവത്തിന്റെ കൽപ്പനകളെ പ്രമാണിച്ചുകൊണ്ട്, ദൈവത്തിനുള്ള വിശ്വാസം മുറുകെ പിടിച്ചുകൊണ്ട് ദൈവത്തിന്റെ സഭയിലെ അംഗമായി തീർന്ന് ദൈവത്തിന്റെ രാജ്യത്തിലേക്ക് അവകാശികളായി തീരുവാനായിട്ട് ഞങ്ങൾ ഓരോരുത്തരെയും ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാം അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. എല്ലാം യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ദൈവം നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു.